ഹായ് എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് ഇന്ന് പോത്തിന്റെ കരൾ കിട്ടിയിട്ടുണ്ട്. നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്യാം. ഇത് നമുക്ക് ഇനി നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുക്കാം. നമുക്കിതിനി കുക്കറിലോട്ട് മാറ്റാം. ഇതിലേക്ക് നല്ലതുപോലെ കഴുകി വെച്ചേക്കുന്ന ചെറിയ ഉള്ളി ഒരു 100 ഗ്രാം ഇടാം. ഇതിലേക്ക് കുറച്ച് മഞ്ഞപ്പൊടി ഇടാം. കുറച്ച് മഞ്ഞപ്പൊടി, നമുക്ക് കുറച്ച് ഉപ്പിടാം. ഇനി നമുക്ക് നല്ലതുപോലെ കൈ കൊണ്ട് തിരുമ്മിയെടുക്കാം. കുറച്ച് കറിവേപ്പില ഇട്ട് നമുക്കൊരു 3 വിസിൽ കേൾപ്പിക്കാം. കുക്കർ അടുപ്പിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്കിനി ഒരു 3 വിസിൽ വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അങ്ങനെ 3 വിസിൽ കേട്ടിട്ടുണ്ട്. നമുക്കിനി കുക്കർ ഓഫ് ആക്കാം. ഇനി നമുക്കൊരു ഇരുമ്പേട്ടി വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചേക്കുന്ന സവാള ഇട്ട് കൊടുക്കാം. ഒന്ന് നല്ലപോലെ ഇളക്കി കൊടുക്കും. നല്ലപോലെ ഇളക്കി. ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചേക്കുന്ന തേങ്ങ കൊത്തിട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് അരച്ച പേസ്റ്റ് ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ വടികെ അരച്ചിട്ടുണ്ട്. ഇളക്കി കൊടുക്കാം. പച്ചമണം മാറുന്നത് വരെ ഇളക്കി കൊടുക്കാം. ഇത് ഒരുവിധം വഴറ്റി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. മഞ്ഞപ്പൊടി, ഉലുവാപ്പൊടി, കുരുമുളക് പൊടി. ഇതിനകത്ത് മുളക് പൊടി ഇടുന്നില്ല, നമ്മൾ കുരുമുളക് പൊടിയാണ് ഇടുന്നത്. ഒന്ന് ഇളക്കി കൊടുക്കാം. നല്ല മണമൊക്കെ വരുന്നുണ്ട്. നമുക്ക് നല്ലപോലെ ഇളക്കി കൊടുക്കാം. പൊടിച്ചു വെച്ചേക്കുന്ന മസാലപ്പൊടി ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്ത പൊടികളെല്ലാം നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന കരൾ ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. തീ കുറച്ച് നമുക്കൊരു 5 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം. തീ കുറച്ച്. അങ്ങനെ നമ്മൾ കരൾ വെച്ചുണ്ടാക്കിയ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇച്ചിരി ഗ്രേവിയുടെ ആവശ്യം ഉണ്ടായതുകൊണ്ടാണ് ഇത്രയും ഗ്രേവി വെച്ചേക്കുന്നത്. ഇത് നമുക്ക് ഗ്രേവി കുറച്ചെടുക്കാം. നമുക്ക് നല്ല ചീനി ഇട്ടിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ഒഴിച്ച് നമുക്ക് കഴിക്കാം.
അങ്ങനെ നമ്മളെ കരള് റോസ്റ്റ് ശരിയായിട്ടുണ്ട്. നമുക്കിനി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. കുറച്ച് ചീനി എടുത്ത്, ഒരു കഷ്ണം കരളെടുത്ത്, ഇച്ചിരി തേങ്ങാ കൊത്തും എല്ലാം കൂടെ വെച്ച് തിന്ന് നോക്കാം. സൂപ്പറാ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.